ഈ വീഡിയോയ്ക്കകത്ത് ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്ററിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. അപ്പം ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്റർ എന്ന് പറയുന്നത് ഒരു പാസീവ് നോൺ ലീനിയർ ഡിവൈസാണ്. ഇതിന് നമുക്ക് ഫോട്ടോ റെസിസ്റ്റർ, ഫോട്ടോ കണ്ടക്ടർ, ഫോട്ടോ കണ്ടക്റ്റീവ് സെൽ അല്ലെങ്കിൽ ഫോട്ടോ സെൽ എന്നൊക്കെ നമുക്കിതിനെ വിളിക്കാം. LDRനെ ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്റർ. പേരിനകത്ത് തന്നെ അതിൻ്റെ മീനിങ് ഉണ്ട്, ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്റർ എന്നുള്ളത്. അപ്പം ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്റർ അല്ലെങ്കിൽ LDR എന്ന് പറയുന്ന ഒരു ഡിവൈസാണ്. അതിൻ്റെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുമ്പോൾ ഈസ് എ ഫങ്ഷൻ ഓഫ് ഇൻസിഡൻറ്റ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ. ഇപ്പം ഇൻസിഡൻറ്റ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇൻസിഡൻറ്റ് ലൈറ്റാണ്. നമുക്കറിയാം ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവിനെയാണ് നമ്മൾ ലൈറ്റ് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവാണ്. അപ്പം ഈ ഫോൾ ചെയ്യുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് അല്ലെങ്കിൽ ലൈറ്റിന് പ്രൊപ്പോർഷണലായിട്ടാണ് അതിൻ്റെ റെസിസ്റ്റിവിറ്റി ചേഞ്ച് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് LDRന് ലൈറ്റ് സെൻസിറ്റീവ് ഡിവൈസ് ആണെന്നും കൂടെ പറയാം. അപ്പം LDR ഈസ് എ ഡിവൈസ് whose resistivity is a function of incident electromagnetic radiation. Hence, it is also called as a light sensitive device. ഇനി LDRൻ്റെ സ്ട്രക്ചറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പം അതിൻ്റെ സിമ്പിളാണ് ഫസ്റ്റ് ഫിഗർ തന്നിട്ടുള്ളത്. അപ്പം ഇവിടെ നമുക്കറിയാവുന്ന കാര്യമാണ്, ഇതെന്ന് പറയുന്നത് LDRൻ്റെ സിമ്പിളാണ്. ദെൻ ഇത് LDRൻ്റെ ആ ഡിവൈസ് എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് സെക്കൻഡ് ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്, ഇപ്പം LDR സെമി കണ്ടക്ടർ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ യൂസ് ചെയ്യുന്ന സെമി കണ്ടക്ടർ മെറ്റീരിയൽസ് എന്ന് പറയുമ്പം ഇറ്റ് ഹാസ് ഹൈ റെസിസ്റ്റൻസ് ആണ്. അപ്പം ഇവിടെ യൂസ് ചെയ്യുന്ന സെമി കണ്ടക്ടർ മെറ്റീരിയൽസ് ലൈക്ക് കണ്ടൻറ്റ് എന്ന് പറയുന്നത് കാഡ്മിയം സൾഫൈഡ്, ലെഡ് സൾഫൈഡ്, കാഡ്മിയം ടെല്ലൂറൈഡ്, കാഡ്മിയം സെലനൈഡ്. അപ്പം ഈ തരത്തിലുള്ള സെമി കണ്ടക്ടർ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്റർ അല്ലെങ്കിൽ LDR കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. ഇനി LDRൻ്റെ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഫോട്ടോ കണ്ടക്റ്റിവിറ്റിയാണ്. അപ്പോൾ ഫോട്ടോ കണ്ടക്റ്റിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഒപ്റ്റിക്കൽ ഫിനോമിനയാണ്. അതിൻ്റെ മെറ്റീരിയൽ കണ്ടക്റ്റിവിറ്റി എന്ന് പറയുന്നത് ലൈറ്റ് ഫോൾ ചെയ്യുന്നതിന് അനുസരിച്ച് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ലൈറ്റ് ഫോൾ ചെയ്യുന്നത്, ലൈറ്റിൻ്റെ എമൗണ്ട് കൂടുന്നതിനനുസരിച്ച് കണ്ടക്റ്റിവിറ്റി കൂടും, ലൈറ്റിൻ്റെ എമൗണ്ട് കുറയുന്നതിനനുസരിച്ച് അതിൻ്റെ കണ്ടക്റ്റിവിറ്റി കുറയും. അപ്പോൾ ഇതിനെയാണ് ഫോട്ടോ കണ്ടക്റ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഫോട്ടോ കണ്ടക്റ്റിവിറ്റിയാണ് LDRൻ്റെ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ. ദെൻ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയെന്നുള്ളതാണ് പറയുന്നത്. ഇപ്പം LDRലേക്ക് ലൈറ്റ് ഫോളോ ചെയ്യുന്ന സമയത്ത് ഈ ഇൻസ്റ്റൻറ്റ് ലൈറ്റിലുള്ള ഫോട്ടോൺസിന് അതിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ ഈ സെമി കണ്ടക്ടർ മെറ്റീരിയൽസിൻ്റെ ബാൻഡ് ഗ്യാപ്പിനേക്കാൾ കൂടുതലാണ്. മീൻസ് ലാർജ് എമൗണ്ട് ഓഫ് എനർജിയാണ് ഗ്രേറ്റർ ദാൻ ദ സെമി കണ്ടക്ടർ ബാൻഡ് ഗ്യാപ്പ്. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാലൻസ് ബാൻഡ് ഇലക്ട്രോൺസിന് ഈ ലൈറ്റിൽ നിന്നുള്ള എനർജി കാരണം അത് വാലൻസ് ബാൻഡ് എന്നുള്ള കണ്ടക്ഷൻ ബാൻഡിലേക്ക് അത് മൂവ് ചെയ്യും. അപ്പം വാലൻസ് ബാൻഡിൽ നിന്നുള്ള കണ്ടക്ഷൻ ബാൻഡിലേക്ക് മൂവ് ചെയ്യാൻ കാരണം ഒരു ഹൈ എനർജിയുള്ള ലൈറ്റ് അവിടെ ഫോളോ ചെയ്യുന്ന സമയത്ത് ഈ ആ എനർജി കാരണമാണ് വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺസ് കണ്ടക്ഷൻ ബാൻഡിലേക്ക് മൂവ് ചെയ്യുന്നത്. അങ്ങനെ മൂവ്മെൻറ്റ് നടക്കുന്ന സമയത്ത് നമുക്കറിയാം അവിടുത്തെ ചാർജ് കാരിയേഴ്സ് കൂടുകയാണ്. ചാർജ് കാരിയേഴ്സ് കൂടുന്ന സമയത്ത് കണ്ടക്റ്റിവിറ്റി കൂടും. കണ്ടക്റ്റിവിറ്റി കൂടുക എന്ന് പറയുമ്പോൾ അവിടുത്തെ റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യും. അപ്പോൾ നമുക്കിതിനെ പറയാം, ലൈറ്റ് ഫോൾ ചെയ്യുന്നത് കൂടുന്നതിനനുസരിച്ച് അവിടുത്തെ കണ്ടക്റ്റിവിറ്റി കൂടും, ഒപ്പം റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യും. അതേപോലെ തന്നെ ലൈറ്റ് ഫോളോ ചെയ്യുന്ന കുറയുന്ന കേസിൽ അവിടുത്തെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കൂടുതലാണ്. സോ അവിടുത്തെ കണ്ടക്റ്റിവിറ്റി കുറവാണ്. റെസിസ്റ്റൻസ് കൂടുന്ന സമയത്ത് കണ്ടക്റ്റിവിറ്റി കുറവാണ്. ഇനി നമ്മൾ ഈ LDRനെ ഡാർക്കിൽ നമ്മൾ പ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അവിടെ ലൈറ്റ് ഫോളോ ചെയ്യുന്ന ലൈറ്റിൻ്റെ എമൗണ്ട് 0 ആണ്. അപ്പോൾ ആ കേസിൽ അവിടുത്തെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വെരി വെരി ഹൈ ആണ്, റെസിസ്റ്റൻസ് ലാർജ് ആണ്. അപ്പം ഈ റെസിസ്റ്റൻസിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഡാർക്ക് റെസിസ്റ്റൻസ്. അപ്പം ഡാർക്ക് റെസിസ്റ്റൻസ് ഈസ് ദ റെസിസ്റ്റൻസ് വെൻ ഇറ്റ് കെപ്റ്റ് ഇൻ ഡാർക്ക്. അപ്പം ഡാർക്കിൽ വെക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന റെസിസ്റ്റൻസിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഡാർക്ക് റെസിസ്റ്റൻസ്.
ഇനി ലൈറ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ LDRലേക്ക് ലൈറ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 8 തൊട്ട് 12 മില്ലി സെക്കൻഡ് വരെ സമയമെടുക്കും അതിൻ്റെ റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യാൻ. കുറച്ച് സമയം അവിടെ എടുക്കുന്നുണ്ട്. 8 തൊട്ട് 12 മില്ലി സെക്കൻഡ് വരെ സമയം എടുത്തിട്ടാണ് അതിൻ്റെ റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ വൺസ് അതിൻ്റെ റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ അതിൻ്റെ ലൈറ്റ് റിമൂവ് ചെയ്യാം. അപ്പോൾ ആ ലൈറ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിലേക്ക് തിരിച്ചെത്തണം എന്നുണ്ടെങ്കിൽ 1 അതിൽ കൂടുതലോ സെക്കൻഡ്സ് സമയം വേണം. എങ്കിലും എന്ത് ചെയ്യുള്ളൂ, അത് അതിൻ്റെ പഴയ സ്റ്റേജിലേക്ക് തിരിച്ചെത്തുള്ളൂ. അപ്പം ഈ റേറ്റിനെയാണ് നമ്മൾ വിളിക്കുന്ന പേര് റിവേഴ്സ് റിക്കവറി റേറ്റ്. ഒന്നും കൂടെ പറയാം, ലൈറ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 8 തൊട്ട് 12 മില്ലി സെക്കൻഡ് വരെ സമയം എടുത്തിട്ടാണ് അവിടുത്തെ റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യുക. ഇനി നമ്മൾ ആ ലൈറ്റിനെ റിമൂവ് ചെയ്യാം. ആ ലൈറ്റിനെ നമ്മൾ പിൻവലിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടുത്തെ റെസിസ്റ്റൻസ് പഴയ സ്റ്റേജിലേക്ക് തന്നെ തിരിച്ചു പോകണമല്ലോ. അപ്പോൾ പക്ഷേ ആ പഴയ സ്റ്റേജിലേക്ക് തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ 1 അതിൽ കൂടുതലോ സെക്കൻഡ്സ് സമയം എടുത്തിട്ടാണ് ഇനീഷ്യൽ സ്റ്റേജിൽ ആയിട്ടുള്ള റെസിസ്റ്റൻസിലേക്ക് തിരിച്ചെത്തുന്നത്. ഈ ഫിനോമിനെ വിളിക്കുന്ന പേരാണ് റിവേഴ്സ് റിക്കവറി റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ റിവേഴ്സ് റിക്കവറി റേറ്റ്, അപ്പോൾ 1 or more seconds for the resistance to rise again back to initial value after removal of light. This phenomena is called resistance recovery rate. ഇനി നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയലിനനുസരിച്ച് LDRന് നമുക്ക് ക്ലാസിഫിക്കേഷൻസ് നടത്താം. അപ്പം അതിനെ നമുക്ക് ഇൻട്രിൻസിക് ഫോട്ടോ റെസിസ്റ്റർ അല്ലെങ്കിൽ എക്സ്ട്രിൻസിക് ഫോട്ടോ റെസിസ്റ്റർ എന്ന് നമുക്ക് 2 രീതിയിൽ അതിന് ക്ലാസിഫിക്കേഷൻ നടത്താം. അപ്പം ഇൻട്രിൻസിക് ഫോട്ടോ റെസിസ്റ്റർ അല്ലെങ്കിൽ ഇൻട്രിൻസിക് LDR എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന സെമി കണ്ടക്ടർ എന്ന് പറയുന്നത് പ്യുവറാണ്. പ്യുവർ സിലിക്കൺ ഓർ ജെർമേനിയം സെമി കണ്ടക്ടേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഇൻട്രിൻസിക് ഫോട്ടോ റെസിസ്റ്റർ കൺസ്ട്രക്ട് ചെയ്യുന്നത്. എക്സ്ട്രിൻസിക് ഫോട്ടോ റെസിസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ സെമി കണ്ടക്ടറിന് ഇമ്പ്യൂരിറ്റീസ് യൂസ് ചെയ്ത് ഡോപ്പ് ചെയ്യും. നമ്മൾ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറും എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറും പഠിച്ച പോലെ തന്നെ. അപ്പം എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയുമ്പം അവിടെ ഇമ്പ്യൂരിറ്റീസ് യൂസ് ചെയ്ത് ഡോപ്പിംഗ് നടത്തുന്നുണ്ട്. അങ്ങനെ ഡോപ്പിംഗ് നടത്തി കഴിഞ്ഞാൽ നമുക്കറിയാം അവിടുത്തെ എനർജി ബാൻഡ് ഗ്യാപ്പ് കുറയും. എനർജി ബാൻഡ് ഗ്യാപ്പ് കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അവിടുത്തെ ക്യാരിയേഴ്സിന് ലെസ് എമൗണ്ട് ഓഫ് എനർജി കിട്ടിയാൽ മതി. അപ്പോഴേക്കും എന്ത് ചെയ്യും, ബാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് മൂവ് ചെയ്യും. അപ്പം നമ്മൾ ഡോപ്പൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോപ്പൻസ് റെഡ്യൂസ് ബാൻഡ് ഗ്യാപ്പ് ആൻഡ് ലെസ് എനർജി ഈസ് റിക്വയർഡ് ഇൻ എക്സൈറ്റിംഗ് ദം. ഈ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് ലോങ് വേവ് ലെങ്ത് വരുന്ന ആപ്ലിക്കേഷൻസിലാണ് നമ്മൾ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ യൂസ് ചെയ്യുക. അപ്പം എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിൻ്റെ കേസിലുള്ള സ്ട്രക്ചറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. മെറ്റൽ കോണ്ടാക്റ്റ് ഉണ്ട്, N+N- ലൈറ്റ് ഫോളോ ചെയ്യുന്നു. മെറ്റൽ കോണ്ടാക്റ്റ് ഇല്ലാതെ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഏരിയ ഉണ്ട്, അതിലേക്കാണ് ലൈറ്റ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ലൈറ്റ് ഫോളോ ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, അവിടെ ചാർജ് ക്യാരിയേഴ്സ് എനർജി ആക്വയർ ചെയ്ത് അത് ബാൻഡ് ഗ്യാപ്പ് ഓവർകം ചെയ്ത് ബാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് മൂവ് ചെയ്യും. കണ്ടക്ടിവിറ്റി നടക്കും, അതേസമയം അവിടുത്തെ റെസിസ്റ്റൻസ് കുറയും. അങ്ങനെ എന്ത് ചെയ്യും, കറണ്ട് ഫ്ലോ ഉണ്ടാവുന്നുണ്ട്. അപ്പം ലൈറ്റിന് പ്രൊപ്പോർഷണലായിട്ട് എന്ത് ചെയ്യും, കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. ദെൻ അപ്ലിക്കേഷൻസ്. അപ്പം LDRൻ്റെ അപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് നമുക്ക് ലൈറ്റ് സെൻസറായിട്ട് യൂസ് ചെയ്യാം. അപ്പം ലൈറ്റ് സെൻസർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലൈറ്റ് ഫോളോ ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, അവിടെ കണ്ടക്ടിവിറ്റി നടക്കുന്നുണ്ട്. അപ്പം കണ്ടക്ടിവിറ്റി നമുക്ക് മെഷർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര എമൗണ്ട് ലൈറ്റ് ഫോളോ ചെയ്തു നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ലൈറ്റ് സെൻസറായിട്ട് നമുക്ക് LDRനെ യൂസ് ചെയ്യാം. പിന്നെ അലാം ക്ലോക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അലാം ക്ലോക്ക് എന്ന് പറയുമ്പോൾ ഇതേപോലെ റെസിസ്റ്റൻസ് ചേഞ്ച്, ഇപ്പോൾ ലൈറ്റ് ഫോളോ ചെയ്യുന്നതിനനുസരിച്ച് അവിടെ റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യും. അപ്പോൾ നമുക്കിതിന് എന്തിനു യൂസ് ചെയ്യാം, അലാം ക്ലോക്കായിട്ട് യൂസ് ചെയ്യാം. ദെൻ ലൈറ്റ് ഇൻറ്റൻസിറ്റി മീറ്റേഴ്സ്, ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി മെഷർ ചെയ്യാനുള്ള മീറ്റേഴ്സായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ദെൻ ഡിറ്റക്ട് ന്യൂക്ലിയർ റേഡിയേഷൻ. ഇതൊക്കെയാണ് ഇതിൻ്റെ അപ്ലിക്കേഷൻസ് വരുന്നത്. അപ്പം LDR നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത ഡിവൈസാണ് ഫോട്ടോ വോൾട്ടായിക് സെൽ. ഫോട്ടോ വോൾട്ടായിക് സെല്ലിനെ സോളാർ സെല്ലെന്നും വിളിക്കും. നമുക്ക് നല്ല പരിചയമുള്ള ഒരു ഡിവൈസാണ് സോളാർ സെൽ. സോളാർ സെൽ എന്ന് പറഞ്ഞെങ്കിൽ ഇറ്റ് ഈസ് എ ഡിവൈസ് വിച്ച് കൺവേർട്ട് ലൈറ്റ് എനർജി ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. ഇതിൻ്റെ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഫോട്ടോ വോൾട്ടായിക് എഫക്റ്റാണ്. അപ്പോൾ ഫോട്ടോ വോൾട്ടായിക് എഫക്റ്റ് എന്ന് പറയുമ്പം ഇപ്പം നമ്മളിത് ഈ ഫോട്ടോ വോൾട്ടായിക് സെൽ കൺസ്ട്രക്ട് ചെയ്യുന്നത് P ടൈപ്പ് സെമി കണ്ടക്ടറും N ടൈപ്പ് സെമി കണ്ടക്ടറും കൂടെ ഫാബ്രിക്കേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഫോട്ടോ വോൾട്ടായിക് സെല്ല് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഫോട്ടോ വോൾട്ടായിക് സെൽ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു PN ജംഗ്ഷൻ ഫോം ചെയ്യും. അപ്പം ദ ജനറേഷൻ ഓഫ് വോൾട്ടേജ് അക്രോസ് ദ PN ജംഗ്ഷൻ ഇൻ എ സെമി കണ്ടക്ടർ ഡ്യൂ ടു അബ്സോർപ്ഷൻ ഓഫ് ലൈറ്റ് റേഡിയേഷൻ.
അപ്പം ലൈറ്റ് അബ്സോർബ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, അവിടെ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ വോൾട്ടേജ് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. PN ജംഗ്ഷനിൽ അവിടെ വോൾട്ടേജ് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് ഫോട്ടോ വോൾട്ടായിക് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ കൺസ്ട്രക്ഷനാണ് എ PN ജംഗ്ഷൻ ഈസ് ഫോംഡ് ബിറ്റ്വീൻ P ആൻഡ് N ടൈപ്പ് സെമി കണ്ടക്ടർ. ഇനി അതിൻ്റെ സർഫസ് ആൻറ്റി റിഫ്ലക്ഷൻ കോട്ടിംഗ് യൂസ് ചെയ്ത് കോട്ട് ചെയ്യും. ഇപ്പം ആൻറ്റി റിഫ്ലക്ഷൻ കോട്ടിംഗ് യൂസ് ചെയ്ത് കോട്ട് ചെയ്യുന്നതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം എനർജിൻ്റെ ലോസ്, ലൈറ്റ് എനർജിയുടെ ഇപ്പം അതിലേക്ക് ഫോൾ ചെയ്യുന്ന ലൈറ്റ് എനർജിയുടെ ലോസ് കുറയ്ക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ റിഫ്ലക്ഷൻ കാരണം അവിടെ ലോസ് ഉണ്ടാവും. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ആൻറ്റി റിഫ്ലക്ഷൻ കോട്ടിംഗ് ഡിവൈസിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഡ്യൂ ടു അബ്സോർപ്ഷൻ ഓഫ് ലൈറ്റ് എനർജി ബൈ സെമികണ്ടക്ടർ മെറ്റീരിയൽ, ഇലക്ട്രോൺസ് ആർ ലിബറേറ്റഡ് ആൻഡ് പ്രൊഡ്യൂസ് എക്സ്റ്റേണൽ DC കറൻറ്റ്. ഇപ്പം നമുക്കറിയാം ലൈറ്റ് അബ്സോർബ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, സെമി കണ്ടക്ടർ മെറ്റീരിയൽസിൽ ഇലക്ട്രോൺസ് ജനറേഷൻ നടക്കും. ആ ഇലക്ട്രോൺസ് ജനറേഷൻ നടക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, എക്സ്റ്റേണൽ DC കറൻറ്റ് അവിടെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ലൈറ്റിന് അത് അബ്സോർബ് ചെയ്യുന്ന ലൈറ്റിന് പ്രൊപ്പോർഷണലായിട്ട് അവിടെ കറൻറ്റ് അല്ലെങ്കിൽ വോൾട്ടേജ് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ദെൻ ടൈപ്സ് എന്ന് പറയുന്നത്, ഇപ്പം ഫോട്ടോ വോൾട്ടായിക് സെല്ലിൻ്റെ ടൈപ്സ് ആണ് ബേസ്ഡ് ഓൺ ദ ടൈപ്പ് ഓഫ് ക്രിസ്റ്റൽ യൂസ്ഡ്. ഇവിടെയും നമ്മൾ യൂസ് ചെയ്യുന്ന സെമി കണ്ടക്ടർ ക്രിസ്റ്റലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്കിതിനെ ക്ലാസിഫിക്കേഷൻ നടത്താം. അപ്പോൾ ഫസ്റ്റ് വണ്ണാണ് മോണോ ക്രിസ്റ്റലൈൻ സിലിക്കൺ സെൽ, ദെൻ സെക്കൻഡ് വൺ പോളി ക്രിസ്റ്റലൈൻ സിലിക്കൺ സെൽ, തേർഡ് വൺ അമോർഫസ് സിലിക്കൺ സെൽ. മോണോ ക്രിസ്റ്റലൈൻ സിലിക്കൺ സെൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് പ്യുവർ സിലിക്കൺ യൂസ് ചെയ്തിട്ടാണ് മോണോ ക്രിസ്റ്റലൈൻ സിലിക്കൺ സെൽസ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഹയർ ആണ്. സെക്കൻഡ് വണ്ണാണ് പോളി ക്രിസ്റ്റലൈൻ സിലിക്കൺ സെൽസ്. ഇപ്പോൾ പോളി ക്രിസ്റ്റലൈൻ സിലിക്കൺ സെൽസ് എന്ന് പറയുമ്പോൾ ലിക്വിഡ് സിലിക്കണിൽ സോൾഡിഫിക്കേഷൻ പ്രോസസ്സ് നടത്തിയിട്ടാണ് പോളി ക്രിസ്റ്റലൈൻ സിലിക്കൺ സെൽസ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ മോണോ ക്രിസ്റ്റലൈൻ സിലിക്കൺ സെല്ലിനെ കമ്പയർ ചെയ്യുമ്പം കുറവാണ്. ദെൻ തേർഡ് വണ്ണാണ് അമോർഫസ് സിലിക്കൺ സെൽ. ഈ അമോർഫസ് സിലിക്കൺ സെൽ എന്ന് പറയുമ്പോൾ ഇപ്പം സിലിക്കൺ ഫിലിമിൽ നമ്മൾ എന്ത് ചെയ്യും, ഡെപ്പോസിറ്റിംഗ് സിലിക്കൺ ഫിലിം ഓൺ ദ സബ്സ്ട്രേറ്റ് ലൈക്ക് ഗ്ലാസ് പ്ലേറ്റ്. ഇപ്പോൾ സബ്സ്ട്രേറ്റ് ലൈക്ക് ഗ്ലാസ് പ്ലേറ്റിൻ്റെ പുറത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സിലിക്കൺ ഫിലിംസ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് മോണോ ക്രിസ്റ്റലൈനേക്കാളും പോളി ക്രിസ്റ്റലൈൻ സിലിക്കൺ സെല്ലിനേക്കാളും കുറവാണ്. അപ്പോൾ മൂന്ന് ടൈപ്പിനെയും കമ്പയർ ചെയ്യുമ്പം എഫിഷ്യൻസി ഹയർ ആയിട്ടുള്ളത് മോണോ ക്രിസ്റ്റലൈൻ സിലിക്കൺ സെല്ലാണ്, ദെൻ പോളി ക്രിസ്റ്റലൈൻ, ദെൻ തേർഡ് വൺ അമോർഫസ് സിലിക്കൺ സെൽ. അപ്പം മോണോ ക്രിസ്റ്റലൈൻ സെൽ എന്ന് പറയുമ്പം പ്യുവർ സിലിക്കൺ യൂസ് ചെയ്തിട്ടാണ്. ദെൻ പോളി ക്രിസ്റ്റലൈൻ സിലിക്കൺ എന്ന് പറയുമ്പം സോൾഡിഫിക്കേഷൻ പ്രോസസ് ഓൺ ലിക്വിഡ് സിലിക്കൺ ആണ്. അമോർഫസ് സിലിക്കൺ സെൽ എന്ന് പറയുമ്പം ഡെപ്പോസിറ്റിംഗ് സിലിക്കൺ ഫിലിം ഓൺ ദ സബ്സ്ട്രേറ്റ് ലൈക്ക് ഗ്ലാസ് പ്ലേറ്റ് ആണ്. ദെൻ ജനറേഷൻ ഓഫ് സോളാർ സെൽ. 3 ജനറേഷനാണ് സോളാർ സെൽസിൽ പറയുന്നത്. ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ ആൻഡ് തേർഡ് ജനറേഷൻ. ഫസ്റ്റ് ജനറേഷൻ എന്ന് പറയുമ്പം അവിടെ സിംഗിൾ ജംഗ്ഷൻ സിലിക്കൺ സെൽസ് ആണ് യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് ജനറേഷനകത്ത്. സെക്കൻഡ് ജനറേഷൻ എന്ന് പറയുമ്പം തിൻ ഫിലിം സെൽസ് ആണ് അവിടെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദെൻ തേർഡ് ജനറേഷൻ എന്ന് പറയുമ്പോൾ മൾട്ടി ജംഗ്ഷൻ സെൽസ്. നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും തോറും അവിടുത്തെ ടെക്നോളജിയിൽ വരുന്ന അഡ്വാൻസ്മെൻറ്റ്സ് അവിടെ കാണാൻ പറ്റും. ഫസ്റ്റ് ജനറേഷനകത്ത് സിംഗിൾ ജംഗ്ഷൻ സിലിക്കൺ സെൽസ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് ജനറേഷൻ ആയപ്പോഴേക്കും തിൻ ഫിലിം സെൽസ് അവിടെ എത്തി. തേർഡ് ജനറേഷനിൽ മൾട്ടി ജംഗ്ഷൻ സെൽസ് എത്തിയിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ അഡ്വാൻറ്റേജസ്. ഇപ്പം സോളാർ സെല്ലിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ റിന്യൂവബിൾ എനർജിയാണ്, നമുക്കറിയാം റിന്യൂവബിൾ എനർജിയാണ്. ദെൻ നോ നോയ്സ് നമുക്കിവിടെ റെഡ്യൂസ് ചെയ്യും. ദെൻ ലെസ് മെയിൻ്റനൻസ് അവിടെ കുറവാണ്. പിന്നെ അതിൻ്റെ ലൈഫ് ടൈം എന്ന് പറയുന്നത് ലോങ് ആണ്. പിന്നെ ഫ്യൂവൽ കോസ്റ്റ് ഒന്നും ആവശ്യമില്ല, കാരണം സോളാർ എനർജി യൂസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം നോ ഫ്യൂവൽ കോസ്റ്റ് ഓർ ഫ്യൂവൽ സപ്ലൈ പ്രോബ്ലംസ്, ഫ്യൂവൽസ് കൊണ്ടുണ്ടാവുന്ന പ്രോബ്ലംസ് ഒന്നും അവിടെ നടക്കുന്നില്ല. ദെൻ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പം എക്സ്പെൻസീവ് ആണ്. അതേപോലെ തന്നെ എയർ പൊല്യൂഷൻ ആൻഡ് വെതർ എഫക്റ്റ് ദ പ്രൊഡക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി. എയർ പൊല്യൂഷൻ അനുസരിച്ചും അതേപോലെ തന്നെ മഴ, അങ്ങനെ വെയിലില്ലാത്ത സമയങ്ങൾ, അതൊക്കെ എന്തിനെ ബാധിക്കും, ഇലക്ട്രിസിറ്റി ജനറേഷനെ അവിടെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ലെസ് എഫിഷ്യൻറ്റ് ആൻഡ് കോസ്റ്റ്ലി എക്യുപ്മെൻറ്റ്. ലെസ് എഫിഷ്യൻ്റ് ആവാൻ തന്നെ കാരണം അതുകൊണ്ടാണ്. ആൻഡ് കോസ്റ്റ്ലി എക്യുപ്മെൻറ്റ്.
ദെൻ ലാസ്റ്റ് വൺ, റിലയബിലിറ്റി ഡിപ്പെൻഡ്സ് ഓൺ ലൊക്കേഷൻ. ലൊക്കേഷന് ഡിപ്പെൻഡ് ചെയ്തിട്ട് അതിൻ്റെ റിലയബിലിറ്റി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഇത്രയും കാര്യമാണ് നമുക്ക് എവിടെ പഠിക്കാനുള്ളത്? ഫോട്ടോ വോൾട്ടായിക് സെൽ അല്ലെങ്കിൽ സോളാർ സെല്ലിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചിട്ടുള്ള 2 ഡിവൈസ് എന്ന് പറയുന്നത് LDRും ഫോട്ടോ വോൾട്ടായിക് സെൽ അല്ലെങ്കിൽ സോളാർ സെൽ. അതിൽ ഫസ്റ്റ് വണ്ണാണ് LDR എന്ന് പറയുന്നത്, ഒരു പാസീവ് നോൺ ലീനിയർ ഡിവൈസ് ആണെന്ന് പറഞ്ഞു. അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുമ്പം resistivity is a function of instant electromagnetic radiation. ലൈറ്റ് സെൻസിറ്റിവിറ്റി ഡിവൈസ് നമുക്ക് വിളിക്കാം. സെമി കണ്ടക്ടർ മെറ്റീരിയൽസ് കാഡ്മിയം ടെല്ലൂറൈഡ്, കാഡ്മിയം സൾഫൈഡ്, ലെഡ് സൾഫൈഡ് കൊണ്ടൊക്കെയാണ് LDR കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഫോട്ടോ കണ്ടക്ടിവിറ്റിയാണ്. ദെൻ ലൈറ്റ് ഫോളോ ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? അവിടുത്തെ ഇൻസ്റ്റൻറ്റ് ലൈറ്റിൻ്റെ എനർജി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ദ ബാൻഡ് ഗ്യാപ്പ് ഓഫ് ദ സെമി കണ്ടക്ടർ. അപ്പം ഈ എനർജി കാരണം എന്ത് ചെയ്യും? വാലൻസ് ബാൻഡിൽ ഇലക്ട്രോൺസ് ജംപ് ഫ്രം ദ വാലൻസ് ബാൻഡ് ടു കണ്ടക്ഷൻ ബാൻഡ് ആൻഡ് ചാർജ് കാരിയേഴ്സ് മൂവ്മെൻറ്റ് occur in that region. Due to this charge movement, conductivity increases, but the resistance in that region decreases. Resistance decreases and amount of current increases when light falls on the device. When kept in dark, resistance increases. This resistance is called dark resistance. Darkly place ചെയ്യുന്ന സമയത്ത് അവിടെ when kept in dark സെമിക്കോളിനോടെ വേണം, റെസിസ്റ്റൻസ് ഇൻക്രീസസ്. ദിസ് റെസിസ്റ്റൻസ് ഈസ് കോൾഡ് ഡാർക്ക് റെസിസ്റ്റൻസ്. ഇനി ലൈറ്റിനെ ഫോളോ ചെയ്യുന്നതിനനുസരിച്ച് 8 to 12 മില്ലി സെക്കൻഡ് സമയം എടുത്തിട്ടാണ് റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യുന്നത്. നമ്മൾ ലൈറ്റിനെ വിഡ്രോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 or more സെക്കൻഡ്സ് എടുത്തിട്ടാണ് അത് എന്ത് ചെയ്യുന്നത്? അതിൻ്റെ പഴയ സ്റ്റേജിലേക്ക് തിരിച്ചെത്തുന്നത്. ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? റിവേഴ്സ് റിക്കവറി റേറ്റ് എന്ന് വിളിക്കുന്നത്. ഇനി മെറ്റീരിയലിൻ്റെ ടൈപ്പിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇൻട്രിൻസിക് ഫോട്ടോ റെസിസ്റ്റർ എന്നും എക്സ്ട്രിൻസിക് ഫോട്ടോ റെസിസ്റ്റർ എന്നും നമ്മൾ ക്ലാസിഫൈ ചെയ്തു. ഇൻട്രിൻസിക് ഫോട്ടോ റെസിസ്റ്റർ എന്ന് പറയുമ്പോൾ പ്യുവർ സെമി കണ്ടക്ടർ യൂസ് ചെയ്തിട്ടാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. എക്സ്ട്രിൻസിക് ഫോട്ടോ റെസിസ്റ്റർ എന്ന് പറയുമ്പം ഡോപ്പൻസ് ആഡ് ചെയ്യുന്നുണ്ട്. ഡോപ്പൻസ് ബാൻഡ് ഗ്യാപ്പ് റെഡ്യൂസ് ചെയ്യും. സോ എക്സ്റ്റേണൽ എനർജി ലെസ് കിട്ടിയാൽ മതി. അപ്പോഴേക്കും എന്ത് ചെയ്യും? കാരിയേഴ്സ് എക്സൈറ്റഡ് ബാലൻസ് ബാൻഡിന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് മൂവ് ചെയ്യും. ദെൻ ആപ്ലിക്കേഷൻസ് നമ്മൾ പറഞ്ഞു, ലൈറ്റ് സെൻസറായിട്ട് അലാം ക്ലോക്ക്, അങ്ങനെ. പിന്നെ ഫോട്ടോ വോൾട്ടായിക് സെൽ എന്ന് പറയുമ്പം സോളാർ സെല്ലാണ്. ലൈറ്റ് എനർജിനെ ഇലക്ട്രിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഫോട്ടോ വോൾട്ടായിക് എഫക്റ്റ് ആണ് അതിൻ്റെ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ. PN ജംഗ്ഷൻ അക്രോസ് ലൈറ്റ് അബ്സോർബ് ചെയ്യുന്നതനുസരിച്ച് ആ PN ജംഗ്ഷൻ അക്രോസ് ഒരു വോൾട്ടേജ് ജനറേറ്റ് ചെയ്യും. ദെൻ കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ PN ജംഗ്ഷൻ കൺസ്ട്രക്ഷൻ ആണ് ഒരെണ്ണം പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സർഫസിൽ ആൻറ്റി റിഫ്ലക്ഷൻ കോട്ടിംഗ് നടത്തും. ഇപ്പോൾ റിഫ്ലക്ഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആൻറ്റി റിഫ്ലക്ഷൻ കോട്ടിംഗ് അവിടെ നടക്കുന്നത്. അതാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ വരുന്നത്. ദെൻ ടൈപ്സ് ആണ് മോണോ ക്രിസ്റ്റലൈൻ സിലിക്കൺ സെൽസ്, പോളി ക്രിസ്റ്റലൈൻ സിലിക്കൺ സെൽസ്, അമോഫസ് സിലിക്കൺ സെൽ. മോണോ ക്രിസ്റ്റലൈൻ എന്ന് പറയുമ്പോൾ പ്യുവർ സിലിക്കൺ, പോളി ക്രിസ്റ്റലൈൻ സോളിഡിഫിക്കേഷൻ പ്രോസസ് ഓൺ ലിക്വിഡ് സിലിക്കൺ, അമോഫസ് സിലിക്കൺ സെൽ എന്ന് പറയുമ്പോൾ ഡെപ്പോസിറ്റിംഗ് സിലിക്കൺ ഫിലിം ഓൺ ദ സബ്സ്ട്രേറ്റ് ലൈക്ക് ഗ്ലാസ് പ്ലേറ്റ്. എഫിഷ്യൻസി കൂടുതൽ വരുന്ന മോണോ ക്രിസ്റ്റലൈൻ, ദെൻ പോളി ക്രിസ്റ്റലൈൻ, ദെൻ അമോഫസ് സിലിക്കൺ സെൽസ്. ജനറേഷനാണ് ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷൻ. അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പം റിന്യൂവബിൾ എനർജിയാണ്, നോ നോയ്സ് ആണ്, ലെസ് മെയിൻ്റനൻസ്, ലോങ് ലൈഫ് ടൈം, നോ ഫ്യൂവൽ കോസ്റ്റ് ഓർ ഫ്യൂവൽ സപ്ലൈ പ്രോബ്ലംസ് ഒക്കെ അതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പം എക്സ്പെൻസീവ് ആണ്, എയർ പൊല്യൂഷൻ ആൻഡ് വെതർ എഫക്റ്റ് പ്രൊഡക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി, ലെസ് എഫിഷ്യൻറ്റ് ആൻഡ് കോസ്റ്റ്ലി എക്യുപ്മെൻറ്റ്, റിലയബിലിറ്റി ഡിപ്പെൻഡ്സ് ഓൺ ലൊക്കേഷൻ. ഇത്രയും കാര്യമാണ് നമുക്ക് ഇന്ന് പഠിച്ച് LDRൻ്റെ അകത്ത് ഫോട്ടോ വോൾട്ടായിക് സെല്ലിൻ്റെ അകത്ത് വരുന്നത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.